യു നിങ്ങൾ കോമേഴ്സ് സ്റ്റുഡൻസ് ആണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതി, ഓൺലൈൻ രീതി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. എന്തായാലും ശരി തന്നെ, നമുക്ക് കുറച്ച് കാലം ഈ രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ കോമേഴ്സിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് 4 സബ്ജക്റ്റുകളാണ് പഠിപ്പിക്കേണ്ടത്. ഞാൻ പ്രദീപ്, ഞാൻ എടുക്കുന്നത് ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റാണ്. ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റ് പൊതുവെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് +1 +2 അതായത് 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലേക്കും കിടക്കുകയാണ്. പുതിയ ഒരു അനുഭവമാണ്. ഈ +1 +2 ക്ലാസ്സിലേക്ക് പോകുമ്പോഴുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ, അതായത് 11ാം ക്ലാസ് 12ാം ക്ലാസ്, നിങ്ങളിപ്പോൾ 11ാം ക്ലാസ്സിലേക്ക് പോകണം. NCERT അനുസരിച്ച് സിലബസ് അനുസരിച്ച് 11ാം ക്ലാസ്, SCERT സിലബസ് അനുസരിച്ച് +1. അപ്പോൾ 11ാം ക്ലാസ്സിലേക്ക് സിലബസ് രണ്ടും ഒന്ന് തന്നെ, സെയിം തന്നെ. NCERTയുടെ സെയിം സിലബസ് തന്നെയാണ് SCERTയും ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 10ാം സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റും പഠിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? എന്നാൽ +1ലേക്ക് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഒഴിവാക്കാൻ കഴിയും. അതേസമയം 10ാം സ്റ്റാൻഡേർഡിൽ അത് സാധ്യമല്ല. 10ാം സ്റ്റാൻഡേർഡിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റും നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അതേസമയം 11ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നു. പ്രധാനമായിട്ട് സബ്ജക്റ്റുകൾ 4 എണ്ണമാണ് പഠിക്കേണ്ടിയിരിക്കുന്നത്. 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്. 4 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ, ഒന്ന് ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റ്, രണ്ടാമതായി അക്കൗണ്ടൻസി നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്. അതുപോലെ എക്കണോമിക്സ് ഉണ്ട്. എക്കണോമിക്സ് പഠിക്കാനുണ്ട്. ഇതിനു പുറമെ ഓപ്ഷണൽ സബ്ജക്ട്, ഇലക്ടീവ്. ഓപ്ഷണൽ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ പോളിറ്റിക്സ് ആണ്. പല വ്യത്യസ്ത സ്കൂളിലും വ്യത്യസ്ത ഓപ്ഷണൽ സബ്ജക്റ്റുകളാണുള്ളത്. ഉദാഹരണത്തിന് പൂതക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിറ്റിക്സ് എടുത്ത് പഠിക്കാൻ പറ്റും. ചാത്തന്നൂർ NSS കോളേജിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോഴത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണോ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്, അതനുസരിച്ച് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഫില്ലപ്പ് ചെയ്യാൻ. ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കാം, അതുപോലെ മാത്തമാറ്റിക്സ് എടുക്കാം. അതുപോലെ പിന്നെ ഞാൻ പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ മാത്തമാറ്റിക്സ്, പിന്നെ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂതക്കുളത്ത് പോളിറ്റിക്സ് ഉണ്ട്. അപ്പോഴിങ്ങനെയൊക്കെയാണ് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയല്ലോ. സബ്ജക്റ്റിനെ സംബന്ധിച്ച് 4 സബ്ജക്റ്റ് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നീട് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ
ഒന്നാം ഭാഷ, പ്രഥമ ഭാഷ, ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ്, ദ്വിതീയ ഭാഷ അല്ലെങ്കിൽ രണ്ടാം ഭാഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് മലയാളം എടുക്കാം, അല്ലെങ്കിൽ ഹിന്ദി എടുക്കാം, ഫ്രഞ്ചും ഒക്കെ എടുക്കാം. അപ്പോൾ പ്രധാനമായിട്ട് മലയാളം, ഹിന്ദി. കുട്ടികൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത് മലയാളം ആണ് കണ്ടുവരുന്നത്. ഹിന്ദിയും സെലക്ട് ചെയ്യാം. ഹിന്ദി ആകുമ്പോഴേ നമുക്ക് ഹിന്ദി പഠിക്കുമ്പോഴേ നമ്മൾ വേറൊരു ഭാഷയിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും വേറെ ഒരാള്, മറ്റൊരു കുട്ടി ഇന്ന സബ്ജക്റ്റ് എടുത്തു, അതുകൊണ്ട് ഞാനും ആ സബ്ജക്റ്റ് എടുക്കുന്നു, ആ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഇന്ന വീട്ടിലെ ഇന്ന കുട്ടി അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടി ഈ സബ്ജക്റ്റാണ് എടുത്തത്, അതുകൊണ്ട് ഞാനും അതെടുക്കുന്നു. സയൻസ് ആണ് എടുത്തത്, അതുകൊണ്ട് ഞാനും സയൻസ് എടുക്കുന്നു. അങ്ങനെ വരരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സയൻസിന് പ്രാധാന്യമുണ്ട്, അതുപോലെ കോമേഴ്സിന് പ്രാധാന്യമുണ്ട്. എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഉള്ളത്. കോമേഴ്സ് എടുത്ത് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്ത, ചില സബ്ജക്റ്റുകളെക്കാൾ വളരെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. A+ കുറവുള്ള കുട്ടികളാണ്. നിങ്ങൾ തന്നെ ഇപ്പോഴ് A+, ഫുൾ A+ നേടിയവര് ഉണ്ടാവാം. 9 A+ കിട്ടിയവര് കാണും, 8 A+ കിട്ടിയവര് കാണും, 1 A+ കിട്ടിയ ആ കുട്ടിയാണ്. അതുപോലെ തന്നെ 1 A+ കിട്ടാത്തവരുണ്ട്. പക്ഷെ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫുൾ A+ 10ാം സ്റ്റാൻഡേർഡിൽ വാങ്ങിച്ചിട്ട് +2 മോശം റിസൾട്ട് ഉണ്ടായിട്ടുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 1 A+ 10ാം സ്റ്റാൻഡേർഡിൽ കിട്ടാത്ത കുട്ടികൾ ഏതാണ്ട് 99% അല്ലെങ്കിൽ 10% മാർക്ക് +2 കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10ാം സ്റ്റാൻഡേർഡിൽ ഫുൾ A+ കിട്ടി എന്ന് കരുതി +1 +2 അതേ നിലവാരം നമുക്ക് പുലർത്താൻ കഴിയണമെന്നില്ല. നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ചിരിക്കും. അതുപോലെ നിങ്ങൾക്ക് അപകർഷതാബോധവും വേണ്ട. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ഫുൾ A+ വാങ്ങിച്ച കുട്ടിയാണ്, എനിക്ക് A+ ഒന്നും തന്നെയില്ല, A+ എനിക്കില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതില് നിങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നേണ്ട കാര്യവുമില്ല. നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിയും. ചിലപ്പോൾ ഫുൾ A+ കിട്ടിയ കുട്ടി +1 +2 വന്നപ്പോൾ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ആ കുട്ടി താഴേക്ക് പോകും. അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ പ്രത്യേകം പറയുന്ന കാര്യം, ഇതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. വളരെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോർ നിങ്ങൾക്ക് നേടാൻ പറ്റും. സാധാരണഗതിയിൽ കോമേഴ്സ് എടുത്ത കുട്ടികൾ പിന്നീട് കോളേജിൽ പോകുന്നത് ബികോമിനാണ് ചേർന്ന് കണ്ടുവരുന്നത്. ബികോമിന് ചേരുമ്പോൾ 3 വർഷത്തെ കോഴ്സാണ് ബികോം എന്നുള്ളത്. ഇപ്പോഴ് നിലവില് 3 വർഷത്തെ കോഴ്സാണ് ഉള്ളത്. എന്നാൽ ഉടനെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. 3 വർഷം എന്നുള്ളത് 4 വർഷമാക്കുന്നു. അങ്ങനെ ഒരു ആലോചനയുണ്ട്. അതേപോലെ PG കോഴ്സ്, അതായത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാൽ അടുത്തത് പോസ്റ്റ് ഗ്രാജുവേഷൻ PG കോഴ്സ്. ഇപ്പോഴും നിങ്ങൾ ബികോം ഡിഗ്രി എടുത്തു. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ബികോം ഡിഗ്രി എടുത്തു. പിന്നീട് അടുത്ത PG കോഴ്സിൽ നിങ്ങൾ പോകുന്നുവെങ്കിൽ, PG കോഴ്സ് എന്ന് പറയുമ്പോൾ ബികോം എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് കോമേഴ്സ് എന്നാണ്. ബാച്ചിലർ ഓഫ്
കോമേഴ്സ്. സാധാരണ രീതിയിൽ ഹ്യൂമാനിറ്റീസ്, എക്കണോമിക്സ് ഒക്കെ എടുത്ത ആളുകൾ ബി എക്ക് പോകും. ബി എയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ആർട്സ് എന്നാണ്. സയൻസ് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾ +1 +2 കഴിഞ്ഞാൽ ബി എസ് സിക്ക് പോകുന്നു. ബാച്ചുലർ ഓഫ് സയൻസ്. ബികോംകാര് ബികോമിന്റെ ഫുൾ ഫോം ബാച്ചുലർ ഓഫ് കോമേഴ്സ്, ബി എ ബാച്ചുലർ ഓഫ് ആർട്സ്, അതുപോലെ സയൻസ് സബ്ജക്റ്റ് വരുമ്പോഴും ബി എസ് സി ബാച്ചുലർ ഓഫ് സയൻസ്. അതിനുശേഷം 2 വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നതാണ് ബി എ കഴിഞ്ഞ ആളുകൾ എം എ മാസ്റ്റർ ഓഫ് ആർട്സ് ആണ്. ബി കോം കഴിഞ്ഞ ആളുകൾ എം കോം മാസ്റ്റർ ഓഫ് കോമേഴ്സ് എന്നാണ്. ബി എസ് സി കഴിഞ്ഞ ആളുകൾ എം എസ് സി 2 വർഷത്തെ കോഴ്സ്. എം എസ് സി എല്ലാ 2 വർഷത്തെ കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. എം എസ് സി മാസ്റ്റർ ഓഫ് സയൻസ്. എന്നാൽ ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരാൻ കേരള യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നുണ്ട്. ഡിഗ്രി പഠനം എന്ന് പറയുന്നത് 4 വർഷമാക്കുക. ഇപ്പോഴും 3 വർഷം, അത് 4 വർഷമാക്കുക. ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും 2 വർഷമാണുള്ളത്, അത് 1 വർഷമാക്കുക. അങ്ങനെ ഒരു ആലോചന നിലവിലുണ്ട്. അത് പെട്ടെന്ന് തന്നെ പ്രാബല്യത്തിൽ വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതായത് ഒരു ബേസ് ആയിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. ഇതൊന്നും കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് എല്ലാം. ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പോളിറ്റിക്സോ മാത്തമാറ്റിക്സോ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാം. ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയോ മലയാളമോ തിരഞ്ഞെടുക്കാം. ഇങ്ങനെ ഒക്കെയാണ് ഒരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പഠന രീതി എന്ന് പറയുന്നത്, മുമ്പോട്ടുള്ള പഠന രീതി എന്ന് പറയുന്നത്. 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള പഠന രീതി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മള് ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് അതിൽ വരുന്നത് നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് എന്നാണ്. നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് എന്നാണ് ഒന്നാമത്തെ ചാപ്റ്റർ. നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, 2 ചാപ്റ്റർ ഞാൻ പറയാം, പിന്നെ ഹെഡ്ലൈൻസ് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് അതത്ര മനസ്സിലാകാനുള്ള സാധ്യത കുറവാണ്, അതൊരു വേസ്റ്റ് ആയി മാറും. അതുകൊണ്ട് ഞാൻ 2ാമത്തെ ചാപ്റ്റർ കൂടി പറഞ്ഞു നിർത്താം. 2ാമത്തെ ചാപ്റ്ററിന്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഈ 2 ചാപ്റ്റേഴ്സും, അതായത് CBSE ഇപ്പോഴും ഈ വ്യത്യസ്ത ഓൺലൈൻ പഠനമൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ പഠിപ്പിച്ച് തീർക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ട് CBSE സിലബസിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ CBSE സിലബസിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, അതായത് നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് എന്നുള്ളത് പൂർണ്ണമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് പൂർണ്ണമായിട്ട് പഠിക്കണമെന്നാണ്. അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ബിസിനസ് എന്റർപ്രൈസസ്. ബിസിനസ് സ്ഥാപനങ്ങൾ പല രൂപത്തിലുണ്ട്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിൽ, സെക്കൻഡ് ചാപ്റ്ററിൽ അവസാനത്തെ കുറച്ച് ഭാഗം ചോയ്സ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ആയിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ അവസാനത്തെ ഭാഗം, കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസില് 11ാം സ്റ്റാൻഡേർഡിലെ ബിസിനസ് സ്റ്റഡീസ്, അതായത് +1 ബിസിനസ് സ്റ്റഡീസില് 12 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ആ 12 ചാപ്റ്റേഴ്സില് CBSEയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. 12 ചാപ്റ്റേഴ്സിൽ 12 ചാപ്റ്ററും പഠിക്കണം.
അല്ലാതെ ചാപ്റ്റർ ഒഴിവാക്കുകയല്ല. ഇതുവരെ കരുതിയിരുന്നത് ഈ 12 ചാപ്റ്ററിൽ ചിലപ്പോൾ ഒരു അവസാനത്തെ 3 ചാപ്റ്റർ ഒഴിവാക്കും, ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ചില ചാപ്റ്ററുകൾ ഒഴിവാക്കും, ഇങ്ങനെയാണ് കരുതിയിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഓരോ ചാപ്റ്ററിൽ നിന്നും ചില ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 12 ചാപ്റ്ററും പഠിക്കേണ്ടിയിരിക്കും CBSE സിലബസ് അനുസരിച്ച്. ആ CBSE തന്നെയാണ് ബേസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, SCRTയും NCERTയുടെ രീതികൾ തന്നെയാണ് ബേസ് ആയിട്ട് SCRTയും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ആ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. എങ്ങനെയാണ് എന്നുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ തീരുമാനം വരുമ്പോൾ ബേസ് ആയിട്ട് എടുക്കുന്നത് NCERT തന്നെയായിരിക്കും. NCERT ബേസ് ആയിട്ട് എടുത്തായിരിക്കും SCRTയും മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് അനുമാനിക്കാം. പക്ഷെ തീരുമാനം വന്നിട്ടില്ലെന്നേ ഉള്ളൂ. എന്തായാലും ശരി തന്നെ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ എന്തായാലും വേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും എന്നൊരു തോന്നലൊന്നും നിങ്ങൾക്ക് വേണ്ട. വളരെ സന്തോഷത്തോടെ തന്നെ കോമേഴ്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. എല്ലാ സ്വാഗതവും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നേച്ചർ എന്ന് പറയുമ്പോൾ സ്വഭാവം, പർപ്പസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശ്യം. നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്. നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്. നേച്ചർ സ്വഭാവം, പർപ്പസ് എന്താണ്, ഉദ്ദേശ്യം. ഉദ്ദേശമല്ല, ഉദ്ദേശ്യം എന്നാണ് പറയുന്നത്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നുള്ള അർത്ഥം വരും. ഏകദേശം. ഇതെന്താണ്, ഉദ്ദേശ്യമാണ്. ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. അപ്പോൾ ബിസിനസിന്റെ ലക്ഷ്യവും അതുപോലെ സ്വഭാവവും. ബിസിനസിന്റെ ലക്ഷ്യവും സ്വഭാവവും എന്ന് പറയുമ്പോൾ അതില് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കുന്നു, 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് +1 നീങ്ങുന്നു, അല്ലെങ്കിൽ 11ാം സ്റ്റാൻഡേർഡിലേക്ക് നീങ്ങുന്നു. 11ാം സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടി? പഠിക്കുക, ബേസ് ആയിട്ട് പഠിക്കുക എന്നുള്ള ലക്ഷ്യം. പക്ഷേ അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും നല്ലൊരു ജോലി, പ്രൊഫഷൻ, നല്ലൊരു ജോലി നേടി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് നേടി മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായിട്ട് അങ്ങനെയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഉദ്യോഗം നേടണം, ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകണം. അപ്പോഴേ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഏതാണ്ട് അതിന് മുൻനിർത്തിയാണ്. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. അത് എങ്ങനെയൊക്കെയാണ്? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിഭജിക്കാം, സാമ്പത്തിക പ്രവർത്തികൾ എന്ന് വിഭജിക്കാം. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് രണ്ടാമതായിട്ട് പറയാം. എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ, സാമ്പത്തിക പ്രവർത്തികൾ, സാമ്പത്തികേതര പ്രവർത്തികൾ, ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സാമ്പത്തിക പ്രവൃത്തി എന്ന് പറയുമ്പോൾ വേർഡ്സിൽ തന്നെ മീനിങ് ഉണ്ട് അല്ലേ? സാമ്പത്തിക പ്രവൃത്തി എന്ന് പറയുമ്പോൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി എന്നാണ്. അതുപോലെ സാമ്പത്തികേതര പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികേതര പ്രവൃത്തി എന്ന് പറയുമ്പോൾ പണമല്ല ലക്ഷ്യം എന്നുള്ളതാണ്. സാമ്പത്തികേതര പ്രവൃത്തിയാണ്, സാമ്പത്തികമല്ല ലക്ഷ്യം. അപ്പോൾ ആദ്യം നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്താണ് എന്ന് നമുക്ക് നോക്കാം. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ടു ഏൺ മണി
ഓർ ലൈവ്ലിഹുഡ്, നമുക്ക് ജീവിക്കണം, ഉപജീവന മാർഗം. അതായത് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കണം, അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം, ഒരു ഇൻകം ഉണ്ടാക്കണം, അതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഒരു ഇൻകം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, ആ ഇൻകം വരുമാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഉപജീവനം നടത്തേണ്ടിയിരിക്കുന്നു, സർവൈവൽ ആവശ്യമാണ്, അങ്ങനെ സർവൈവ് ചെയ്ത് പോകേണ്ടിയിരിക്കുന്നു, നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു, അതിന് ചെയ്യുന്ന പ്രവൃത്തിയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്. വാട്ട് യു മീൻ ബൈ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, ദി ആക്ടിവിറ്റീസ് പെർഫോംഡ് ടു ഏൺ മണി or livelihood are called economic activities. The activities performed to earn money or livelihood are called economic activities എന്ന് നമുക്ക് പറയാം. എക്കണോമിക് ആക്ടിവിറ്റീസിന് ഉദാഹരണം എന്തെങ്കിലും പറയാമോ? പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾക്ക് ഉദാഹരണം. പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾക്ക് ഉദാഹരണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴ് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, എ ട്രേഡർ സെൽസ് ഗുഡ്സ്. എ ട്രേഡർ സെൽസ് ഗുഡ്സ്. ഹി സെൽസ് ഗുഡ്സ് ഫോർ മേക്കിംഗ് മണി, ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾ വിൽക്കുന്നത് എന്തിനു വേണ്ടി തന്നെയാണ്? പ്രോഫിറ്റ്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. A teacher teaches in a school. A teacher teaches in a school. ഒരു ടീച്ചർ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? തീർച്ചയായിട്ടും ടു ഗെറ്റ് എ സാലറി, ടു ഗെറ്റ് ആൻ ഇൻകം. ഒരു സാലറി ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു ഇൻകം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നത്. അതുപോലെ എ വർക്കർ വർക്ക്സ് ഇൻ എ ഫാക്ടറി. ഒരു വർക്കർ എവിടെ വർക്ക് ചെയ്യുന്നു? ഒരു ഫാക്ടറി. ഇപ്പൊ ഒരു തൊഴിലാളി, ആ തൊഴിലാളി കാഷ്യൂ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. എന്തിനു വേണ്ടി? ടു ഗെറ്റ് വേജസ്. വേജസ് എന്ന് പറഞ്ഞാൽ കൂലി. വേജസ്, WAGES, വേജസ്. അപ്പോൾ all these activities are considered as economic activities. എക്സാമ്പിൾസ് ഞാൻ എന്തൊക്കെ പറയും? When a trader sells goods, it is an economic activity. When a teacher teaches in a school, it is also an economic activity. When a worker works in a factory, it is also an economic activity. All these are considered as economic activities. Behind these activities, what is the main purpose? The main purpose is to earn money. ഈ ആക്ടിവിറ്റീസിന്റെ എല്ലാം പിറകിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് നേടുക? പണം, ഇൻകം നേടുക എന്നുള്ളതാണ്. അതാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സാമ്പത്തിക പ്രവർത്തികൾ. ഇനി അടുത്തതെന്ന് പറയുന്നത് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികേതര പ്രവൃത്തി എന്ന് പറയാം. സാമ്പത്തികേതര പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സാമ്പത്തികേതര പ്രവൃത്തി എന്ന് പറയുമ്പോൾ പണമല്ല പ്രധാന ലക്ഷ്യം. പണമല്ല പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, പണമല്ല. പിന്നെ എന്താണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പറയാം സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ചുമതലയുടെ ഭാഗമായിട്ട്, ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി. നമ്മളിപ്പോഴ് വാത്സല്യത്തോടെ ചെയ്യുന്ന പ്രവൃത്തി, സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ സിമ്പതിയുടെ പേരിൽ അനുകമ്പയുടെ പേരിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ചുമതലയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ എന്തെന്ന് പറയാം? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് പറയാം. അതിനും ചില എക്സാമ്പിൾ നമുക്ക് പറയാം.
എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയാം? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എ ബോയ് ഹെൽപ്സ് ആൻ ഓൾഡ് മാൻ ടു ക്രോസ് ദി റോഡ്. എ ബോയ് ഹെൽപ്സ് ആൻ ഓൾഡ് മാൻ ടു ക്രോസ് ദി റോഡ്. നിങ്ങളിപ്പോഴും ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. വാഹനങ്ങൾ ഇങ്ങനെ തുരിതുരയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ വൃദ്ധന്റെ കൈ പിടിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ട് ആക്കുക. അങ്ങനെ ആക്കിയതിനു ശേഷം ശരി, ഒരു 10 രൂപ ഇങ്ങനെ തന്നെ എന്ന് പറയൂ. യാതൊരു കാരണവശാലും നമ്മളത് പറയില്ല. നമ്മൾ നമ്മളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി, അല്ലെങ്കിൽ നമ്മുടെ സിമ്പതി അല്ലെ, അനുകമ്പയോടെ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇത്. അത് അപ്പോഴേ ആ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ TV-യിൽ ഒക്കെ കണ്ടു കാണും, ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന, ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യാൻ കണ്ണു കാണാൻ വയ്യാത്ത ഒരാള്, ആ വ്യക്തി റോഡ് വയസ്സായ ആളുമാണ്, റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ ബസ്സിൽ പോകണം എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കി മുന്നിലൂടെ പോയ KSRT ബസ്സിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നതായിട്ട് കാണാം. ഓടിച്ചെന്ന് കണ്ടക്ടറോട് പറയുന്നു, ഇങ്ങനൊരു കണ്ണു കാണാൻ വയ്യാത്ത ഒരാള് വരുന്നുണ്ട്, ബസ്സിൽ കയറാനാണ്, ദയവ് ചെയ്ത് ബസ് കുറച്ച് വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. കണ്ടക്ടർ അത് കേട്ട് ആ വൃദ്ധൻ വരുന്നത് വരെ ബസ് അവിടെ ഇട്ടേക്കാണ്. അത് എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. 2 ആഴ്ച തന്നെ ആവത്തില്ല ഈ സംഭവം നടന്നിട്ട്. TV-യിലും മൊബൈലിലൂടെയൊക്കെ നിങ്ങൾ അത് കണ്ടാണ്. അപ്പോഴത് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതുപോലെ ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു? മകളെ സ്വന്തം വീട്ടിൽ വെച്ച് പഠിപ്പിക്കുന്നു. പണത്തിന് വേണ്ടിയാണ്? അല്ല, അത് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇങ്ങനെ പല പല ഉദാഹരണങ്ങളുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ.